നമസ്കാരം, ഞാൻ ഡോക്ടർ ഐഷ ഫെബിൻ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, മേഴ്സി ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അമ്മയുടെ മുലയിൽ നിന്നും വരുന്ന ആദ്യത്തെ പാലിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് കുറഞ്ഞ അളവിൽ തുള്ളിയായി വരുന്നു. കുഞ്ഞിന് ആവശ്യമായ ഊർജ്ജവും പോഷകങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നു. അതിനാൽ ആദ്യത്തെ 4 ദിവസം 2 ബ്രസ്റ്റും മുഴുവനായി കുഞ്ഞിനെ കുടിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി എങ്ങനെയാണ് കുഞ്ഞിനെ മുലയൂട്ടേണ്ടത്? അമ്മ ബാക്ക് സപ്പോർട്ടുള്ള ഒരു ചെയറിൽ കംഫർട്ടബിളായി ഇരുന്ന ശേഷം കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുക. കുഞ്ഞിൻ്റെ തലഭാഗം ഉയർന്നിരിക്കണം. ഇടതുവശമാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഇടത് കൈയിൽ കുഞ്ഞിനെ കിടത്താവുന്നതാണ്. കുഞ്ഞിൻ്റെ തല കിടക്കേണ്ടത് ഈ എൽബോ ജോയിൻറ്റിലായിരിക്കണം. കുഞ്ഞിൻ്റെ ബട്ടക്സ് കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. മറുവശത്തുള്ള ഇരുവിരലുകളും ഉപയോഗിച്ച് അമ്മയുടെ നിപ്പിളും ചുറ്റുമുള്ള കറുത്ത ഏരിയോളയും കുഞ്ഞിൻ്റെ വായിലേക്ക് പൂർണ്ണമായി വെച്ചു കൊടുക്കുക. കുഞ്ഞിൻ്റെ മൂക്ക് മൂടാതെ ശ്രദ്ധിക്കണം. ഒരു ബ്രസ്റ്റിൽ നിന്നും വരുന്ന ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും മുഴുവനായും കുഞ്ഞിനെ കുടിപ്പിക്കേണ്ടതാണ്. ഒരേ ബ്രസ്റ്റിൽ നിന്നും 2 തരത്തിലുള്ള പാലുകൾ വരുന്നുണ്ട്. ആദ്യം വരുന്നത് കട്ടി കുറഞ്ഞ ഫോർമിൽക്കാണ്. ഇത് കുഞ്ഞിൻ്റെ ദാഹം ശമിപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത് വരുന്നത് കട്ടി കൂടിയ കൊഴുത്ത പാലാണ്. ഇതിനെ ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നു. ഇത് കുഞ്ഞിൻ്റെ വയറ് നിറയ്ക്കാനും ഭാരം കൂടാനും സഹായിക്കുന്നു. 2 ബ്രസ്റ്റും മുഴുവനായി കുടിപ്പിച്ച ശേഷം കുഞ്ഞിനെ തോളത്തിട്ട് തട്ടേണ്ടതാണ്. വയറ് നന്നായി ഷോൾഡറിൽ അമർത്തിയ ശേഷം താഴെ നിന്ന് മറ്റേ കൈ ഉപയോഗിച്ച് 1, 2, 3 എന്ന് 10 മുതൽ 15 മിനിറ്റ് വരെ കുഞ്ഞിനെ തട്ടിക്കൊടുക്കേണ്ടതാണ്. മുഖവും മൂക്കും മൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം തലഭാഗം ഒരു 30 ഡിഗ്രി ആംഗിളിൽ ഉയർത്തി വെച്ച് കിടത്തേണ്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊസിഷൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഏറ്റവും കോമണായി യൂസ് ചെയ്യുന്നതാണ് ക്രാഡിൽ പൊസിഷൻ. ഇടത് വശം ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ ഇടത് കൈയിൽ പിടിക്കുക. അടുത്ത പൊസിഷനാണ് ക്രോസ് ക്രാഡിൽ പൊസിഷൻ. ഇടത് വശം ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ വലതു കൈയിൽ പിടിക്കുക. ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളോ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കോ ഈ പൊസിഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഫുട്ബോൾ ഹോൾഡിംഗ് ആണ്. ട്വിൻ ബേബീസ് ആണെങ്കിൽ 2 കുഞ്ഞുങ്ങളെയും ഒരേ സമയം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. 2 കുഞ്ഞുങ്ങളെയും ഇരു കൈകളായി പിടിച്ച ശേഷം തലഭാഗം ഉയർത്തി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഫീഡ് ചെയ്യാവുന്നതാണ്.